ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇപ്രാവശ്യത്തെ വിഷു മധുരയിൽ വെച്ചാണ്. അവിടുത്തെ വിഷു കാഴ്ചകളും ഒരുക്കങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് ഞാൻ കൃഷ്ണനെ മഞ്ഞ ചേല ഉടുപ്പിച്ച് റെഡിയാക്കി ഇരുത്തി. പിന്നിൽ വച്ചിരിക്കുന്ന മയിൽപ്പീലി സാധാ മയിൽപ്പീലി അല്ല, ഞങ്ങളുടെ മധുരയിൽ വരുന്ന മയിലിൻ്റെ പീലി കൊഴിഞ്ഞു വീണ പീലികൾ കളക്ട് ചെയ്ത പീലിയാണ് ഈ ഇരിക്കുന്നത്. ഒരുപാട് നാളത്തെ കളക്ഷനാണ് ഈ മയിൽപ്പീലികൾ. അത് കഴിഞ്ഞിനി ഉരുളിയിലേക്ക് ഞങ്ങൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം പറക്കി വെക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് പച്ചമുന്തിരിങ്ങ, പിന്നീട് മൂസമ്പി, പിന്നീട് ആപ്പിള്, ഓറഞ്ച്, സപ്പോട്ടിക്ക, മാമ്പഴം, ആപ്പിള്, തേങ്ങ, വെള്ളരിക്ക, പഴം, പടവലം, കറുത്ത മുന്തിരി എന്നിവയെല്ലാം ആദ്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ഇനി അടുത്തതായിട്ട് ബാക്കി കുറച്ച് ഫ്രൂട്ട്സ് അധികം ഉണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് വെച്ചു. നാരങ്ങയും വെച്ചു. പിന്നീട് അടുത്തതായിട്ട് ക്യാരറ്റ്, നാരങ്ങ ഇവയെല്ലാം വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ചക്ക, ഇടിച്ചക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലായിടവും നടന്നു. പിന്നെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഇടിച്ചക്ക കിട്ടിയത്. പിന്നീട് പേരയ്ക്ക, ഞങ്ങളുടെ പേരയ്ക്ക തന്നെയാണ്, മാങ്ങയും ഞങ്ങളുടെ തന്നെ. പിന്നെ കൈതച്ചക്ക, തണ്ണീർമത്തൻ ഇവയെല്ലാം വച്ചു. ഇനി അടുത്തതായിട്ട് കപ്പയ്ക്ക നല്ല പഴമായതിനാലാണ് താഴെ ഒരു പേപ്പർ ഇട്ട് വെച്ചത്. പിന്നീട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് മത്തങ്ങ. നമ്മുടെ അവിടെ കിട്ടുന്നിടത്ത് ചെറിയ മത്തങ്ങയൊന്നും ഇവിടെ കിട്ടിയില്ല, കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കസവുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ കൊന്നപ്പൂ. കൊന്നപ്പൂവിന് വേണ്ടി എല്ലായിടവും തിരക്കി അവസാനം ഒരു വീട്ടിൽ നിന്ന് കിട്ടി. അച്ഛനും മോനും കൂടെ പോയാണ് കൊന്നപ്പൂവെല്ലാം കളക്ട് ചെയ്തത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അവർ പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഇനി സെറ്റ് ചെയ്യുന്ന ജോലിയാണ് എനിക്ക്. ദേവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. കണി കാണണം, കൈനീട്ടം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷുക്കണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ നിൽപ്പുണ്ട്, ഇതെല്ലാം നോക്കിക്കൊണ്ട്. തട്ടയിടാതെ മാറ്റി നിർത്തിയിരിക്കുക. ഇത് മധുരൈ മല്ലിപ്പൂ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ സാധാ കുടമുല്ലപ്പൂ കേരളത്തിൽ, അതും കിട്ടി. പിന്നെ 5-6 തുളസിയില കിട്ടി. അത് കൃഷ്ണന് പ്രധാനമാണല്ലോ, അതുകൊണ്ട് തുളസിയിലയും മുല്ലപ്പൂവും. വേറെ പൂക്കളൊന്നും കിട്ടിയില്ല. പിന്നെ നോട്ടുകൾ, പൈസയും എല്ലാ 500ഉം 50ഉം ചില്ലറയും, പിന്നെ സ്വർണവും, വള, മോതിരം എന്നിവയെല്ലാം വെച്ചു. നല്ലൊരു സമ്പൽ സമൃദ്ധിയുള്ള ഒരു വിഷുക്കണിയാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഒപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ കളക്ട് ചെയ്താണ് ഇന്നത്തെ വിഷുക്കണി ഒരുക്കുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാധനം ഇതിലില്ല. പരുങ്കുമാങ്ങ അതില്ലാതായിപ്പോയി, അതിൻ്റെ ഒരു കുറവ് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ വാൽക്കണ്ണാടി ഇല്ലായിരുന്നു, അതിന് പകരം ഞങ്ങളൊരു സാധാ കണ്ണാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും വാൽക്കണ്ണാടി ഇല്ലായിരുന്നു. അടുത്ത തവണ ഇതിൻ്റെ കുറവുകളെല്ലാം നികത്തണമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ കണി റെഡി ആയിട്ടുണ്ട്. കൃഷ്ണനും മയിൽപ്പീലിയും എല്ലാം രാവിലെ കണി കാണുന്ന വീഡിയോയാണ് ഈ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഹാപ്പി വിഷു.